ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആരോ ഒരാൾ ഭാഗം 6. ഓക്കെ, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വന്നേ, ഞാൻ പോവുക. എനിവേ, ഒരു കാര്യം കൂടി, കൊഞ്ചിക്കൊഴിഞ്ഞ് ഒരുപാട് താമസിക്കേണ്ട. അവിടെ നിങ്ങൾക്കായി വലിയൊരു സർപ്രൈസ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബോധം മിച്ചമിരിപ്പുണ്ടെങ്കിൽ കുറച്ച് പൊതിഞ്ഞെടുത്ത് കയ്യിൽ വെച്ചോ, ആവശ്യം വരും. പുറത്തേക്ക് ഓടിക്കൊണ്ട് മെർലിൻ വിളിച്ചു പറഞ്ഞു. ഡി മോളെ, തെളിച്ചു പറഞ്ഞിട്ട് പോടി, ഡാഡിക്ക് BP ഉള്ളതാ. ഒത്തിരി ടെൻഷൻ അടിച്ചാൽ അറ്റാക്ക് വരും, പറഞ്ഞേക്കാം. ഓടുന്ന അവളെ നോക്കി ഫെർണാണ്ടസ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഒരു സംശയം എനിക്കില്ലേ ഇല്ല. അറ്റാക്ക് വരണമെങ്കിൽ മിനിമം ഹാർട്ട് വേണം. രണ്ടും കൂടി കൊഞ്ചിക്കൊഴിഞ്ഞ് അങ്ങ് വന്നേരെ, ഞാൻ പോകുക. അത് പറഞ്ഞുകൊണ്ട് മെർലിൻ ചിരിച്ചുകൊണ്ട് റോഷന്റെ വീട് ലക്ഷ്യമാക്കി. പാവം, അവളുടെ മനസ്സിൽ വല്ലാത്ത സങ്കടമുണ്ട്. നിങ്ങളൊന്ന് റോഷനോട് സംസാരിക്കാമോ? ഇപ്പോൾ വേണ്ടടോ, ആദ്യം സച്ചുവിൻ്റെ വിവാഹം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് മതി. അതുവരെ അവൾ ഇങ്ങനെ ചിരിച്ചു സന്തോഷിച്ച് കഴിയട്ടെ, ഫെർണാണ്ടസ് ആലോചനയോടെ പറഞ്ഞു. വാ, ഇനിയിപ്പോൾ വൈകണ്ട. അവളുടെ പറച്ചിൽ കേട്ടിട്ട് അവരെന്തോ ബോംബ് ഒരുക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്കൊന്ന് കൂടാനുള്ളതാ. ഓ, അത് ഞാനും പ്രതീക്ഷിച്ചതാ. ഇന്നെന്തായാലും രാത്രിയിൽ 4 കാലി ആയിരിക്കും അല്ലേ? ഓവറാക്കണ്ട കേട്ടോ. മോൾ ഒരെണ്ണം വളർന്നു വരുന്നതാണെന്ന ചിന്ത വേണം. 2 കുപ്പി ബക്കാഡിയ കൊടുത്താൽ ഒരുമിച്ച് കുടിക്കുന്നവളാണ് എൻ്റെ മകൾ. ഞങ്ങളിലിപ്പോൾ ആരാ ഗുരു എന്ന കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. അടുത്ത കോമ്പൗണ്ടിലേക്ക് നടക്കുമ്പോൾ ഫെർണാണ്ടസ് പറഞ്ഞത് കേട്ടപ്പോൾ ശോശനാമ തലയിൽ കൈവച്ച് അല്പം നേരം നിന്നു. എൻ്റെ ശോശപ്പെണ്ണെ, നിനക്കിതെന്നാ പറ്റിയത്? ഒരുമാതിരി സ്റ്റാച്ചു കളിക്കാതെ കയറി വാ. അകത്ത് ദേ അപ്പനും മക്കളും തുടങ്ങിക്കഴിഞ്ഞു. ഡോക്ടർ സൂസൻ പുറത്തേക്കെത്തി ശോശനാമയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. പിന്നീട് ഓരോരുത്തരായി പാട്ട് പാടുകയും തമാശ പറയുകയും പൊട്ടിച്ചിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ വീടൊരു ഉത്സവമാക്കി മാറ്റി. ഇടയ്ക്ക് റോഷൻ ആരെയും നോക്കാതെ മെർലിൻ്റെ മടിയിലേക്ക് കിടന്ന് അവളുടെ കൈയെടുത്ത് തൻ്റെ തലയിൽ വെക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു സങ്കടമുണ്ടെന്ന് എല്ലാവർക്കും തോന്നി. കാരണം ചെറുപ്പം മുതൽ അവൻ അങ്ങനെയാണ്. മെർലിൻ വീട്ടിലുണ്ടെങ്കിൽ അവളുടെ മടിയിലാണ് അവൻ്റെ സങ്കടങ്ങൾ തീർക്കുക. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമായിരുന്നു അങ്ങനെ ഒരു കാഴ്ച. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഉള്ളിൽ ചെറിയൊരു സന്തോഷം നിറഞ്ഞു. പക്ഷേ ഡോക്ടർ സൂസന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു ആകുലതയും. ഇത് പതിവില്ലാത്തതാണ്, ഇവൻ എന്തു പറ്റിയിട്ടുണ്ടാവും, അവർ മനസ്സിലാലോചിച്ചു. എൻ്റെ ഈശോയെ, സമയം ഒരുപാടായി, ഇനി നമുക്ക് കഴിച്ചാലോ? ക്ലോക്കിൽ സമയം നോക്കിക്കൊണ്ട് സൂസൻ അത് പറഞ്ഞിട്ട് ഭക്ഷണമെടുക്കാനായി അകത്തേക്ക് നടന്നു. ഒരു പൂ പോലെ കരുതലോടെ തൻ്റെ മടിയിൽ നിന്നും റോഷന്റെ തല മെല്ലെ താഴേക്ക് വെച്ചിട്ട് ഒരു പുഞ്ചിരിയോടെ മെർലിനും മമ്മിക്കൊപ്പം അടുക്കളയിലേക്ക് നടന്നു. എന്നാ ഒരു ടേസ്റ്റാ എൻ്റെ അമ്മക്കുട്ടി ഈ ഫുഡിനൊക്കെ, അത് പറഞ്ഞുകൊണ്ട് മെർലിൻ പാത്രത്തിൽ നിന്ന് ഓരോന്നെടുത്ത് വായിലേക്ക് വെച്ചു. ഓഹോ, അപ്പോൾ എൻ്റെ ഫുഡ് കൊള്ളില്ല അല്ലേ? ശോശനാമ പരിഭവത്തോടെ മുഖം കറുപ്പിച്ചു. അതിപ്പോൾ ഉള്ളത് പറയാതിരിക്കാൻ പറ്റുമോ കൊച്ചേ? സൂസന്റെ ഫുഡ് കിടുക. ഇക്കാര്യത്തിൽ ഞാൻ എൻ്റെ മോളുടെ കൂടെയാണ്, ഡോക്ടർ ഫെർണാണ്ടസ് ഭാര്യയെ ഒന്നുകൂടി ചൊടിപ്പിക്കാനായി പറഞ്ഞു. ഓഹോ, എന്നാൽ രണ്ടും കൂടി തിന്നാനായിട്ട് അങ്ങോട്ട് വന്നാൽ മതി. ഇന്നു മുതൽ അപ്പുറത്തെ അടുക്കള പൂട്ടി, ശോശനാമ വാശിയോടെ പറഞ്ഞു. ചതിക്കല്ലേടോ ഭാര്യയെ, ചുമ്മാ പറഞ്ഞതല്ലേ. തൽക്കാലം ഇത് സ്വീകരിച്ച് അടിയനെ മാപ്പാക്കണം. അത് പറഞ്ഞുകൊണ്ട് ഫെർണാണ്ടസ് ഭാര്യയെ ചുംബിച്ചു. എൻ്റെ കർത്താവേ, കെട്ടിക്കാറായ പിള്ളേരുടെ മുന്നിൽ വെച്ചാണോ കിളവൻ്റെ റൊമാൻസ്? ശോശനാമ നാണത്തോടെ ആഹാരം കഴിക്കാനായി മുഖം താഴ്ത്തി. ഇതൊക്കെ കണ്ടു വേണം കുട്ടികൾ പഠിക്കാൻ. ഭാര്യയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്നും ഭാര്യ ആവാൻ പോകുന്നവളെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്നുമൊക്കെ ഇന്നത്തെ തലമുറ ഇങ്ങനെ തന്നെ വേണം കണ്ടുപഠിക്കാൻ. അല്ലാതെ ഇൻ്റർനെറ്റ് അല്ല ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ടത്, മാതാപിതാക്കൾ തന്നെയാണ്. അത് പറയുമ്പോൾ ഡോക്ടർ ഫെർണാണ്ടസ് റോഷനെ പാളി നോക്കുന്നുണ്ടായിരുന്നു. റോഷൻ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ശ്രദ്ധിച്ചെങ്കിലും ഒന്നും മിണ്ടാതെ ആഹാരത്തിൽ ശ്രദ്ധിച്ചു. ഓക്കെ,
10-25 കൊല്ലമായി ഞങ്ങളിത് കണ്ടു പഠിക്കാൻ തുടങ്ങിയിട്ട്. രണ്ടെണ്ണത്തിനും ചുളിവിൽ റൊമാൻസ് കാണിക്കാൻ ഞങ്ങളെയേ കിട്ടിയുള്ളോ? ദേ ഇരിക്കുന്നു മാതൃകാ ദമ്പതികളായ 2 പേർ. പക്ഷേ അവർ ഇങ്ങനെയൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. കണ്ടു പഠിക്ക്. മെർലിൻ സൂസനെ നോക്കിയിട്ട് പറഞ്ഞു. എൻ്റെ കൊച്ചേ, നിനക്കറിയാൻ പാടില്ലാഞ്ഞിട്ടാ. എമ്മാതിരി റൊമാൻസ് ആയിരുന്നു ഇവരെന്നറിയാമോ? ഇതിപ്പോൾ മൂത്തു നിറഞ്ഞപ്പോൾ റൊമാൻസൊക്കെ വറ്റി വരേണ്ടി പോയത് ഞങ്ങളുടെ കുഴപ്പമാണോ? ഫെർണാണ്ടസ് പൊട്ടിച്ചിരിച്ചു. ആ, ഇനി ഇങ്ങോട്ട് കയറിക്കോ, കഴിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ ശാപ്പാട് ഞങ്ങൾ ഫിനിഷ് ചെയ്യും, സൂസന്നമ്മ പുഞ്ചിരിയോടെ ഓർമ്മിപ്പിച്ചു. ഡോക്ടർ സൂസൻ്റെ പാചകത്തെ പുകഴ്ത്തിക്കൊണ്ട് എല്ലാവരും വല്ലാതെ ആസ്വദിച്ചു തന്നെ ഭക്ഷണം കഴിച്ചു. ഇടയ്ക്കൊക്കെ എല്ലാവരുടെയും പാത്രങ്ങളിൽ നിന്ന് റോഷൻ ഓരോന്ന് അടിച്ചുമാറ്റി കുസൃതി കാണിച്ചുകൊണ്ടേയിരുന്നു. റോഷൻ അടിച്ചുമാറ്റി പാത്രത്തിലേക്ക് വയ്ക്കുന്ന താമസം അതേ ഫുഡ് അടിച്ചുമാറ്റി സച്ചുവിൻ്റെ പാത്രത്തിലേക്ക് കൊണ്ടുവച്ചു കൊടുത്തുകൊണ്ട് മെർലിനും കുസൃതി കാണിച്ചു. പക്ഷേ ആ കുസൃതികളിലൊന്നും പങ്കെടുക്കാതെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് സച്ചു ഭക്ഷണം കഴിച്ചു എന്ന് വരുത്തുന്നുണ്ടായിരുന്നു. എൻ്റെ പൊന്നു സച്ചേട്ടാ, നിങ്ങൾ മൗനവ്രതമൊന്നും നടത്തി കാര്യം സാധിക്കാമെന്ന് കരുതേണ്ട. ഇവർ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് ഒളിച്ചോടാം. ഇടയ്ക്ക് സച്ചുവിൻ്റെ ചെവിയോരം വന്ന് മെർലിൻ അത് പറഞ്ഞപ്പോൾ സച്ചുവിൻ്റെ ചുണ്ടിലും ചെറിയൊരു പുഞ്ചിരി വിടർന്നു. ഓരോരുത്തരും ഭക്ഷണം കഴിച്ചു മതിയാക്കി പതുക്കെ എഴുന്നേൽക്കാൻ തുടങ്ങുന്നത് കണ്ടപ്പോൾ മെർലിൻ റോഷനെ കണ്ണു കാണിച്ചു. ആരും പോകരുത്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, റോഷൻ പെട്ടെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. സച്ചിൻ റോഷനെ നോക്കി. ഞാൻ പൊക്കോട്ടെ എന്ന് ആംഗ്യം ചോദിച്ചു. അതെങ്ങനെ ശരിയാവും? സച്ചുവേട്ടൻ്റെ കാര്യമാണ് അവൻ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാന പങ്ക് സച്ചുവേട്ടൻ്റേത് തന്നെയാണ്. അവിടെ ഇരിക്ക്. മെർലിൻ സച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചു. ഡി, ഇവൻ എന്നെ കൊല്ലുന്നത് കാണാൻ നിനക്ക് ഇത്രയ്ക്ക് ഇഷ്ടമാണോ? എൻ്റെ റൂട്ട് ക്ലിയർ ആയാൽ പിന്നെ നിനക്ക് സമാധാനമായല്ലോ, സച്ചു താഴ്ന്ന സ്വരത്തിൽ മെർലിനോട് പറഞ്ഞു. എൻ്റെ സച്ചുവേട്ടാ, അതിന് നിങ്ങളുടെ അനിയൻ ഈ കോന്തനൊന്ന് തയ്യാറാകണം. ഇവൻ്റെ പോക്ക് കണ്ടിട്ട് എൻ്റെ ആഗ്രഹം അടുത്ത ജന്മത്തിലും നടക്കുമെന്ന് തോന്നുന്നില്ല. സച്ചുവേട്ടൻ്റെ ഏടത്തെ ഇങ്ങ് വന്നിട്ട് വേണം എനിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാൻ, മെർലിൻ സച്ചുവിൻ്റെ കാതിൽ പറഞ്ഞു. എന്താ നിനക്ക് പറയാനുള്ളത്? ഒരുപാട് ഡ്രാമാറ്റിക്കാതെ കാര്യം പറയടാ. ആകെ വല്ലപ്പോഴും ഇങ്ങനെയൊന്ന് ഒത്തുകൂടുന്നതാ. ഒത്തിരി സംസാരിക്കാനുണ്ട് അല്ലേടോ? വർഗീസ് മെർലിൻ്റെ ഡാഡിയെ നോക്കി ചോദിച്ചു. ഓ, അത് മനസ്സിലായി. നിങ്ങൾക്ക് വായിലോട്ട് കുറേ സംസാരങ്ങൾ ഒഴിച്ചു കൊടുക്കാനുള്ളതാണെന്ന്. അതുവിട്. ഇത് റിയലി ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. എല്ലാവരും ഞെട്ടാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറയട്ടെ. മേശപ്പുറത്തു നിന്ന് ഒരു പഴം കയ്യിലേക്കെടുത്ത് മൈക്ക് പോലെ പിടിച്ചുകൊണ്ട് റോഷൻ എല്ലാവരെയും നോക്കി. നിന്റെ കാര്യത്തിൽ ഞെട്ടൽ, അത് ഞങ്ങൾക്ക് പുത്തിരിയൊന്നുമല്ല. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് കാര്യമാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ. നീ പറയടാ മോനെ. സൂസൻ മകനെ പിന്താങ്ങി. എല്ലാവരുടെയും ശ്രദ്ധ റോഷനിലേക്കായി. അതെ, ഇവിടെ ഒരു വിശ്വാമിത്രൻ്റെ തപസ്സിളകിയിരിപ്പുണ്ട്. നമുക്ക് ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം, റോഷൻ ഉറക്കെ പറഞ്ഞു. ആഹാ, നീ എൻ്റെ കൊച്ചിനെ കെട്ടാൻ തീരുമാനിച്ചോ? ഫെർണാണ്ടസ് ആഹ്ലാദത്തോടെ ചോദിച്ചു. എൻ്റെ ഡാഡി, ഇവനെയൊക്കെ വിശ്വാമിത്രൻ എന്നു പറഞ്ഞാൽ സാക്ഷാൽ വിശ്വാമിത്രൻ ഇറങ്ങി വന്ന് ഡാഡിയെ തല്ലും. ഇവൻ കോഴികളുടെ ആസ്ഥാന പ്രസിഡന്റാ. ദേ ഇരിക്കുന്നു നമ്മുടെ വിശ്വാമിത്രൻ, സച്ചുവിനെ ചൂണ്ടി മെർലിൻ പുഞ്ചിരിയോടെ പറഞ്ഞു. മെർലിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടലോടെ സച്ചുവിലേക്ക് നോക്കി. അത്ഭുതത്തെക്കാളേറെ എല്ലാവർക്കും നിറഞ്ഞ സന്തോഷമായിരുന്നു. അതൊരു സ്വപ്നമായി എല്ലാവരുടെയും ഉള്ളിൽ അവശേഷിച്ചിരുന്നതാണ്. അതിപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന വാർത്ത കേട്ട് 2 മമ്മിമാരും ചാടി എഴുന്നേറ്റു. എൻ്റെ ഈശോയെ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടോ? സൂസൻ നെറ്റിയിൽ കുരിശു വരച്ചു. സത്യമാണോ മോനെ പറഞ്ഞത്? ഞങ്ങൾക്ക് സന്തോഷിക്കാമോ? സന്തോഷിക്കാമോ ഇല്ലയോ എന്ന കാര്യം തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. കാരണം ഈ വിവാഹം നടക്കണമെങ്കിൽ സച്ചുവിൻ്റെ ഇഷ്ടത്തെ നിങ്ങളെല്ലാവരും അംഗീകരിക്കണം. റോഷൻ്റെ വാക്ക് കേട്ടപ്പോൾ എല്ലാവരുടെയും നെറ്റി ചുളിഞ്ഞു. ഡാ, തമാശ പറയാതെ ആളാരാണെന്ന് പറ. വെറുതെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാതെ. ഡാഡി, ഒന്നടങ്ങ്. ഇനി ആളെ കേൾക്കുമ്പോൾ ഇവിടെ ഒച്ചപ്പാടും ബഹളവുമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമ്മതമല്ലെന്നോ പറഞ്ഞാൽ നിങ്ങളുടെ ഈ പുത്രനുണ്ടല്ലോ സച്ചു, അവൻ വേറെ വിവാഹമൊന്നും കഴിക്കാനും പോകുന്നില്ല. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം തീരുമാനമെടുക്കാൻ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയേക്കാം. എന്നാലും പറയാതെ പറ്റില്ലല്ലോ. പറയാൻ പോകുന്ന കാര്യത്തിന് അത്യാവശ്യം നീണ്ട ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ റോഷൻ കൊടുത്തു. റോഷൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അത്ര സിമ്പിൾ അല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരും ആകാംക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. മോനെ റോഷ, ഡാഡിയുടെ ഹാർട്ട് ഇപ്പോൾ പൊട്ടിപ്പോകും. പറയാനുള്ളത് പെട്ടെന്ന് പറയാൻ നോക്ക്. താങ്ങാനുള്ള ശേഷിയില്ല മകനെ. ഫെർണാണ്ടസ് നെഞ്ചിൽ കൈവച്ചു. സച്ചുവേട്ടൻ്റെ OPയിലെ ജാസ്മിനെ അറിയില്ലേ? സച്ചുവേട്ടന് അവളെ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം. റോഷൻ പെട്ടെന്ന് പറഞ്ഞു. നോ, ഇറ്റ്സ് ഇമ്പോസിബിൾ. ആ കുട്ടി വെറുമൊരു നേഴ്സ് മാത്രമാണ്, അതും ഒരു GNM. സച്ചുവിനെ പോലെ ഇത്ര ഫേമസ് ആയ ഒരു ഡോക്ടർക്ക് അതെങ്ങനെ ശരിയാവും? ഡോക്ടർ ഫെർണാണ്ടസിൻ്റെ ശബ്ദമുയർന്നു. ഹായ്, ഒരു വാക്ക് പറയട്ടെ. നമ്മുടെ കഥ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത ഭാഗവുമായി നാളെ വരാം. അതുവരെ കാത്തിരിക്കാം. ബൈ ബൈ.